കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന്റെ വിവാദ പ്രസ്താവനയിൽ മൗനം പാലിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ 2 തവണ പ്രതികരണം തേടിയിട്ടും മന്ത്രി ഒഴിഞ്ഞു മാറി. വിഷയത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് CPM. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണമെന്ന് മുൻമന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സംഘപരിവാറിന്റെ ഭാഗമായിട്ട് ആദിവൽക്കരണം എന്നുള്ള അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എല്ലാവരുടെയും അമ്മയെ പരാമർശിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവനയാണല്ലോ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തായാലും അത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിനൊട്ട് യോജിച്ചതായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വൈസ് ചാൻസലർമാർ സംഘപരിവാർ വേദിയിലേക്ക് ഇങ്ങനെ തുടർച്ചയായി പോകുന്നത്, RSS പ്രചാരകരായവർ മാറുന്നത്, എന്താണ് ഗവൺമെന്റിന്റെ അഭിപ്രായം, നിലപാട് എന്നുകൂടി സർക്കാർ വ്യക്തമാക്കണം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കണം. ഗോപാൽ ശിലാസാനിലുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. ഗോപാൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് 2 തവണ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടി. അദ്ദേഹം 2 തവണയും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. സർക്കാർ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. മാധു, ഇതാദ്യമായിട്ടല്ല കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ RSSുമായി ബന്ധപ്പെട്ട വിവാദത്തിൽപ്പെടുന്നതും അതുമൂലം സർക്കാർ പ്രതിരോധത്തിലാകുന്നതും. ഏതാനും നാളുകൾക്ക് മുൻപാണ് മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ, RSSന്റെ ഔദ്യോഗിക പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി മോഹൻ കുന്നുമ്മൽ പങ്കെടുത്തത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. അന്നും റോജി എം ജോൺ, അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, മൗനം തന്നെയാണ് ആദ്യഘട്ടത്തിൽ പാലിച്ചത്. പിന്നീട് വലിയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് എന്തെങ്കിലും തരത്തിലേക്കുള്ള ഒരു പ്രതികരണം എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോഴും അതേ മൗനം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പാലിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 തവണയാണ് വിവിധ ഘട്ടങ്ങളിലായി ഈ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മാധ്യമങ്ങൾ പ്രതികരണം തേടിയത്. അദ്ദേഹം ഒരു തരത്തിലേക്കും ഒരു വാക്കുപോലും പ്രതികരണമായി പങ്കിടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട വിഷയം. അതേസമയം തന്നെ മറുവശത്ത് CPMഉം പ്രതിപക്ഷവും വലിയ തരത്തിൽ ഇതിനെ രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള VCയെ എതിർക്കുന്നതിനോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടുള്ള ഒരു അതൃപ്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ളൊരു പോരായ്മ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ സമീപിക്കുന്നത്. SFIയും ഇതിൽ വലിയ പ്രതിഷേധം ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ കേരള സർവകലാശാലയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. KSUവും നിലപാട് വ്യക്തമാക്കി ഈ വിഷയത്തിൽ തിരുത്തി മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ തെരുവിൽ നേരിടും എന്നാണ് KSUവിന്റെ ജില്ലാ അധ്യക്ഷനായ ഗോപു നെയ്യാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. ശരി, ഗോപാൽ ശിലാസാനിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളെ സമരമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. നാളെ കേരള സർവകലാശാലയിൽ മോഹനൻ കുന്നുമ്മലിനെതിരായ സമരവും പ്രതിഷേധവും ഉണ്ടാകും.